കേരള നിയമസഭയിൽ നിരവധി VIP മണ്ഡലങ്ങളുണ്ട്. സ്വാഭാവികമായും VIP മണ്ഡലം ഉണ്ടാകുന്നത് എല്ലാ പാർട്ടികളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുമ്പോഴാണ്. 3 പാർട്ടികളിലെയും മുൻനിര നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളെയെല്ലാം മാധ്യമങ്ങൾ പേരിട്ട് വിളിക്കുന്നത് VIP മണ്ഡലമെന്നാണ്. അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നേതാക്കന്മാർ മത്സരിക്കണം. അത്തരത്തിലുള്ള മണ്ഡലങ്ങളെയും VIP മണ്ഡലം എന്നു തന്നെയാണ് പറയാറ്. കേരള നിയമസഭയിൽ 2016-ലും 2021-ലും ഇതുവരെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒന്നോ അതിലധികമോ VIP മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പോൾ പറയുവാൻ പോകുന്നത് കോൺഗ്രസ് തന്നെ ഇടതുപക്ഷത്തിന് നേടിയെടുത്തു കൊടുത്ത ഒരു VIP മണ്ഡലത്തെ പറ്റിയാണ്. അതായത് കോൺഗ്രസ്സുകാർ VIP ആക്കിയ ഒരു ഇടതുമണ്ഡല സ്ഥാനാർത്ഥിയെ പറ്റി. അത് മറ്റാരുമല്ല, ഇന്ന് നിയമസഭയ്ക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദങ്ങളിൽ ഒന്നായി നിൽക്കുന്ന യുവനേതാക്കന്മാരിൽ മുൻനിര നേതാവായി നിൽക്കുന്ന മുഹമ്മദ് റിയാസിനെ പറ്റി തന്നെയാണ്. മുഹമ്മദ് റിയാസ് തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന നേതാക്കന്മാരെ പോലെ തന്നെയായിരുന്നു. ഒരു പ്രത്യേകതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു കയറുമ്പോൾ ആ ഒറ്റ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തന്നെ അദ്ദേഹം മന്ത്രിയായി മാറുന്നു. അതിന് പ്രധാന കാരണക്കാരൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ് എന്ന വാദത്തിന് ശക്തിയും ബലവും ഏറെയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനാണ് മുഹമ്മദ് റിയാസ് എന്നുള്ളതാണ് അതിൽ പ്രധാന കാരണമായി വെളിപ്പെട്ടു വരുന്നത്. മുഹമ്മദ് റിയാസിൻ്റെ വിജയത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം മരുമകന് സ്ത്രീധനമായി ലഭിച്ചതാണ് ഈ മന്ത്രിപദം എന്നുള്ളതാണ്. എന്നാൽ കേവലം ഒരു മന്ത്രിയായി ഇരുത്തുക മാത്രമല്ല ചെയ്തത്, ഏറ്റവും മുൻനിരയിലുള്ള മന്ത്രിസ്ഥാനം തന്നെയാണ് മുഹമ്മദ് റിയാസിന് നൽകിയത്. എന്നാൽ മുഹമ്മദ് റിയാസിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ, മുഹമ്മദ് റിയാസ് ഇതുവരെ മത്സരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ എവിടെയെങ്കിലും ഒരു മന്ത്രിയായി അവരോധിക്കുവാനുള്ള ഇടമുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് കോൺഗ്രസ്സുകാർ നിർമ്മിച്ചു നൽകിയ ഒരു VIP മണ്ഡലവും ഒരു VIP നേതാവും എന്ന പട്ടം മുഹമ്മദ് റിയാസിനും അദ്ദേഹം മത്സരിച്ച ബേപ്പൂർ മണ്ഡലത്തിനും ലഭിക്കുന്നത്. മുഹമ്മദ് റിയാസ് DYFIയിലൂടെയും SFIയിലൂടെയും ഒക്കെ കടന്നുവരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്ന് അദ്ദേഹം ആദ്യമായി കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നു. കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ച മുഹമ്മദ് റിയാസ് അമ്പെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായത്. കോൺഗ്രസ് നിലം തൊടിയിക്കാതെ പരാജയപ്പെടുത്തിയ ഇടത് നേതാവ്, ഇടത് മുഖമായി മുഹമ്മദ് റിയാസ് മാറി. അതായത് ആദ്യ ചുവടുവെപ്പ് തന്നെ പിഴച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിത ചരിത്രത്തിലെ ആദ്യത്തെ പരാജയം അത് വലിയൊരു പരാജയം കൂടിയായിരുന്നു. ആദ്യ ചുവടുവെപ്പ് തന്നെ പിഴച്ച മുഹമ്മദ് റിയാസ് രണ്ടാമത് വീണ്ടും മത്സരിക്കുന്നു. ഇത്തവണ മത്സരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒത്താശയും സഹായവും കൂടി കൊണ്ടാണ്. അതായത് അദ്ദേഹം മത്സരിക്കുന്നത് 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് രാഘവേട്ടൻ എന്ന് വിളിക്കുന്ന MK രാഘവന് എതിർ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റിയാസ് മത്സരിക്കുന്നു. മുഹമ്മദ് റിയാസ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു പോകുന്നു. പക്ഷേ പാർലമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച നേതാവ് എന്ന തരത്തിലേക്ക് ഒരു പട്ടം അന്ന് MK രാഘവന് നേടിക്കൊടുക്കുവാൻ മുഹമ്മദ് റിയാസിന് സാധിച്ചു. എങ്കിലും പരാജയം അത് പരാജയം തന്നെയാണ്. മുഹമ്മദ് റിയാസ് രണ്ടാം തവണയും തൻ്റെ ജനാധിപത്യ പ്രക്രിയയിലൂടെയുള്ളൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോകുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു. രാഷ്ട്രീയപരമായ മാറ്റത്തേക്കാൾ അപ്പുറത്തേക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റങ്ങളിൽ നിരവധി നേട്ടങ്ങളും ലഭിക്കുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഒരു നേട്ടമാണ് ഈ ബേപ്പൂർ മണ്ഡലം അഥവാ ഇപ്പോഴുള്ള മന്ത്രിസ്ഥാനവും MLA പദവിയും എല്ലാം. ഇനി എങ്ങനെ കോൺഗ്രസ് മുഹമ്മദ് റിയാസിനെ VIP ആക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് ജില്ല കോൺഗ്രസിന് ഒരു ബാലികേറ മലയൊന്നുമല്ല. പല മണ്ഡലങ്ങളും കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ സാധിക്കുന്നത് തന്നെയാണ്. പക്ഷേ പ്രാദേശിക തലത്തിൽ സ്വാധീനം തീരെയില്ലാത്തൊരു നേതാവിനെ മത്സരിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസിനെ പോലെ ഒരു നേതാവിനെതിരെ തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രം പയറ്റുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു കോൺഗ്രസ്. കുറച്ചുകൂടി ജനസ്വീകാര്യതയുള്ള നേതാവിനെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് റിയാസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് റിയാസ് വിജയിക്കുകയില്ലായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം കോൺഗ്രസിന് വേണ്ടി 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചത് PM നിയാസ് ആണ്. PM നിയാസ് പ്രാദേശിക തലത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിരോധം നേടിയെടുത്തിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ചേലക്കരയുടെ ഉത്തരവാദിത്വം നൽകിയപ്പോഴും അവിടെയും വലിയ പരാജയം തന്നെയാണ് കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്.
അത്തരത്തിൽ ജനസ്വീകാര്യതയോ ജനസ്വാധീനവും ഇല്ലാത്ത ഒരു നേതാവിനെ അദ്ദേഹത്തിനെതിരെ മത്സരിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ പദവി അലങ്കാരങ്ങളെല്ലാം നേടിക്കൊടുത്തതിൽ കോൺഗ്രസിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രാദേശിക തലത്തിൽ ബലമുള്ള നേതാക്കന്മാരെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് റിയാസ് മൂന്നാം തവണയും ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ മുഹമ്മദ് റിയാസും അദ്ദേഹം മത്സരിക്കുന്ന ബേപ്പൂർ മണ്ഡലവും VIP മണ്ഡലമായി മാറിയിരിക്കുന്നു. VIP മണ്ഡലം ഇതിനു മുമ്പും വളരെ പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയായിരുന്നു. കാരണം ഇളമനം കരീം അടക്കമുള്ള മുൻനിര നേതാക്കന്മാർ മത്സരിച്ചിട്ടുള്ള, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിച്ചിട്ടുള്ള ഇളമനം കരീമും VKC മുഹമ്മദ് കോയയും ഒക്കെ മത്സരിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള, ഇടത് കോട്ടയായി കെട്ടിയുയർത്തി കൊണ്ടുവന്നിട്ടുള്ള മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലം. ആ ബേപ്പൂർ മണ്ഡലത്തിൽ അത്രമേൽ വിജയ സാധ്യതയുള്ളൊരു മണ്ഡലമായതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ആ സീറ്റ് നൽകിയതെന്നും മരുമകനെ നിയമസഭയ്ക്കുള്ളിൽ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായി ഇടതുപക്ഷം കണ്ട മണ്ഡലവും ബേപ്പൂരാണ് എന്ന വാദം പ്രതിപക്ഷം ഉയർത്തുമ്പോഴും എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലൊരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നുവെങ്കിൽ മുഹമ്മദ് റിയാസ് പരാജയപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിപദങ്ങൾ അലങ്കരിക്കുന്ന മുഹമ്മദ് റിയാസ് MLA ആയി പോലും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് തകർന്നു വീഴുമായിരുന്നു. ഇപ്പോൾ മുഹമ്മദ് റിയാസ് കടന്നു വന്നതോടുകൂടി ഇടതുപക്ഷ പാർട്ടിയിൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മുഹമ്മദ് റിയാസിനെയും ബേപ്പൂർ മണ്ഡലത്തിനെയും വീണ്ടും VIP മണ്ഡലമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. മുഹമ്മദ് റിയാസിനെ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളെല്ലാം പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഉയരുമ്പോൾ അതിന് തെളിവുകളായി അവർ നിരത്തുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് P ജയരാജനും ശൈലജ ടീച്ചറും K രാധാകൃഷ്ണനും ഒക്കെയാണ്. P ജയരാജന് വിജയസാധ്യത ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിനെ പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു നിമിഷത്തെ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തുകയും ശൈലജ ടീച്ചറെ വടകര പോലൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ ലോക്സഭയിലേക്ക് ഒന്നിൽ പറഞ്ഞുവിടുകയോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവരുടെ അവകാശത്തിന് മങ്ങലുണ്ടാകുമെന്ന ബോധ്യത്തിൻ്റെ പുറത്ത് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നു. ഷാഫി പറമ്പിലിനെതിരായി മത്സരിക്കുന്നു. KK ശൈലജ ടീച്ചർ പരാജയപ്പെടുകയും ചെയ്യുന്നു. പിന്നെ പ്രാധാന്യമുള്ള ഏറ്റവും മുൻനിര നേതാക്കന്മാരിൽ ഒരാൾ K രാധാകൃഷ്ണനാണ്. K രാധാകൃഷ്ണനെയും ലോക്സഭയിലേക്ക് നിർബന്ധിതമായി മത്സരിപ്പിച്ച K രാധാകൃഷ്ണനെ നിയമസഭയിൽ നിന്ന് പാർലമെന്റിലേക്ക് ചാടിക്കുന്നു. പിന്നീട് AM ഷംസീർ അടക്കമുള്ള MB രാജേഷ് അടക്കമുള്ള മുൻനിര നേതാക്കന്മാരെയുണ്ട്. അവരെ എല്ലാവരെയും ഓരോന്നായി ഓരോ രീതിയിൽ ഒതുക്കുന്ന രീതിയാണ് പിണറായി വിജയനുള്ളത് എന്ന ശക്തമായൊരു ആരോപണം പ്രതിപക്ഷം അക്കാലത്തും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ആരോഗ്യകരമായി വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അദ്ദേഹം നേരിടുന്നുണ്ട്. അതുകൊണ്ട് 2026 ഒരുപക്ഷെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പോലും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് സംശയങ്ങൾ നിരവധിയാണ്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നില്ല എങ്കിൽ പകരക്കാരനായി ഒരു യുവ നേതാവ് വരട്ടെ എന്ന തീരുമാനങ്ങൾ ശക്തമായി തന്നെ ഉയരും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചുവടുവെപ്പുകളും അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ലോക്കൽ ഏരിയ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം അന്തിമമായ തീരുമാനത്തിൻ്റെ ഒടുവിൽ ആ കമ്മിറ്റികളിൽ എത്തിയിട്ടുള്ളവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പിണറായി വിജയൻ്റെ അണികൾ തന്നെയാണ്, അല്ലെങ്കിൽ സഹപ്രവർത്തകരായ നേതാക്കന്മാർ തന്നെയാണ്. അതുകൊണ്ട് ഇനി അവിടെ നിന്ന് ഉയരുന്നത് മുഹമ്മദ് റിയാസ് തന്നെ ആകട്ടെ മുഖ്യമന്ത്രി എന്ന മറുപടി ആകും എന്ന് ചില പ്രതിപക്ഷ നേതാക്കന്മാരും കരുതുന്നുണ്ട്. എന്തായാലും ബേപ്പൂർ മണ്ഡലവും മുഹമ്മദ് റിയാസിനെയും VIP മണ്ഡലമാക്കിയ കോൺഗ്രസ് ഒന്ന് ചിന്തിക്കണം. ബേപ്പൂർ ഇനിയും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കണം.